She's the lady. തിരിച്ചു പോകുന്നറിയില്ല. ഇതാണ് നമ്മുടെ ഈവനിങ് വെയിൽ. നമ്മുടെ ഈ തെങ്ങിന്റെ മടലൊക്കെ പിടിക്കുന്നത്. യുഎസിലെ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ആയ ജൂനോയിലാണ് നമ്മളിപ്പം. 5 പേർക്ക് മാത്രമേ ലീഡിങ് കപ്പാസിറ്റി ഉള്ളൂ. ഹലോ മച്ചാമാരെ, എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമ്മളൊരു അടിപൊളി ട്രിപ്പിന് പോവുകയാണ്. നമ്മൾ എല്ലാവരും ലൈഫിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമുണ്ട്. കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരും ലൈഫിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയുണ്ട്, ഒരു മാമലുണ്ട്. അതിനെ കാണാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയേക്കാണ്. ഞാൻ അതിനു വേണ്ടി പോവുകയാണ്. ഹോപ്പ്ഫുള്ളി നമുക്കത് കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗസ് അടിക്കാൻ പറ്റുമോ? എനിവേ, ഞാൻ ടൈം കളയുന്നില്ല. വെയിൽ വാച്ചിങ് ടൂറിന് വേണ്ടി ഞാൻ പോവാണ്. നമ്മുടെ തിമിംഗലം, അലാസ്ക എന്ന് പറയുമ്പോൾ തിമിംഗലങ്ങളുടെ ഒരു ഏരിയ ആണ്. കടലിൽ, അറ്റ്ലാന്റിക് ഓഷ്യനിലൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. പക്ഷേ അത് നമുക്ക് റെയർ കേസസിൽ മാത്രമേ നമ്മുടെ കണ്ണുകൊണ്ട് ലൈവായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് ട്രയൽ കൊടുക്കുക. എനിക്കൊരു അവസരം കിട്ടി, നമുക്കൊരു ടൂർ പാക്കേജ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് എന്തായാലും പോവുകയാണ്. ഇതെൻ്റെ ലാസ്റ്റ് ക്രൂസാണ് ഈ കോൺട്രാക്റ്റിൽ. കാർണിവൽ ലൂമിനോസയിൽ അലാസ്കൻ ക്രൂസിൽ കോൺട്രാക്റ്റിൽ ഇനിയൊരു 4 days മാത്രമേ ഉള്ളൂ എനിക്കിവിടെ. സോ ഇത് എൻ്റെ ലാസ്റ്റ് ടൂറാണ്. ഒത്തിരി ടൂറുകൾ ദൈവം സഹായിച്ച് ചെയ്യാൻ പറ്റി. ഇത് ലാസ്റ്റ് ടൂറാണ്. അപ്പോൾ ഈ ടൂർ നമുക്ക് പൊളിക്കണം. നമുക്ക് ഒന്നിച്ച് പോവാം, ഒന്നിച്ച് തിമിംഗലത്തെ നമുക്ക് കാണാം, ആസ്വദിക്കാം. അവരുടെ നേരിട്ട് ആ കൺകുളിരൊക്കെ നമുക്ക് കാണാനുള്ള അവസരം കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പോരുമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ടൈമില്ല. ഇനി നമുക്ക് വഴിയെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് നമുക്ക് തിമിംഗലത്തെ കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. പോളി. Aras, I made it. She's the lady. You made it. Finally, I made it. This is my last journal. This is my vlog. How are you, darling? Oh, I'm good, thank you. How are you today? I'm good. I just jumped Are you ready for from the duty. adventure? Yes. Perfect. Yeah. Okay, Anas, she's the lady. Hello. She gave me the ticket, so thanks to her. Special thanks to her. Sure. And this is my Anytime. last vlog. Thank you, darling. Say You're the hi best. to the whale. Yes. Are you not coming with me? I can't. Have you been there? Yeah, I've done it. That's why. That's why. So she's the guide. Yes. Okay, I'm leaving. Yeah. Thanks a lot. You're the best. Bye bye. Okay, അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയേക്കാണ്. നമ്മളിനി ഗൈഡിൻ്റെ കൂടെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം അല്ലേ? പൊളി 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 പൊളി. How are you, ma'am? Good, how are you? I'm good. അപ്പോൾ ഇവിടുത്തെ മനുഷ്യരൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്താലും അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മുടെ കൂടെ ഉണ്ടാവും. വളരെ ഹാപ്പിയാണ് ഇവിടുത്തെ മനുഷ്യർ. നമ്മളെപ്പോലെ ഉണ്ടല്ലോ, ഇവിടുത്തെ മനുഷ്യരെ പോലെ ആവണം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ബ്യൂട്ടിഫുൾ ജൂനോ ആണ്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഗ്ലിംസ് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഗ്ലിംസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. ഇപ്പം നമ്മുടെ ഗൈഡ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ബാക്കിയെല്ലാം നമുക്ക് അങ്ങോട്ട് കാണാം, കണ്ട് ആസ്വദിക്കാം. ഇപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഈവനിങ് വെയിൽ ക്വസ്റ്റ് വെൽ ഡിന്നർ എന്ന് പറയുന്നൊരു, ഇതാണ് നമ്മുടെ ടിക്കറ്റ് കേട്ടോ. ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ജൂനോ. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക്, അടിപൊളിയല്ലേ? അതാണ് നമ്മുടെ ഗൈഡ് കേട്ടാ. താങ്ക് യു. ഓക്കെ, നമ്മൾ ഗൈഡിനെ ഫോളോ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾക്കൊരു ബസ് കിട്ടും. ബസ്സിലോട്ട് കയറി നമ്മൾ ബസ്സിലാണ് നമ്മൾ പോകേണ്ടത്. ഹോപ്പ്ഫുള്ളി ആ കാണുന്നതായിരിക്കും നമ്മുടെ ബസ്. ഈ ട്രാം എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ആ മലമുകളിലേക്ക് പോകും. ആ മലമുകളിൽ കുറേ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി കുറേ പേര് കുറേ മഞ്ഞിലൊക്കെ കളിച്ചിട്ട് തിരിച്ചു വരും. അങ്ങനെ കുറേ ടൂർസ് ഉണ്ട് അലാസ്കയിൽ തന്നെ, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. അതുപോലെ അത് ഞാൻ ചെയ്തില്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി മണാലിയിൽ എൻ്റെ വൈഫായിട്ട് ഹണിമൂണിന് പോയപ്പം മഞ്ഞിൽ കളിച്ചുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പോയി. അതുകൊണ്ട് അത് ഞാൻ ചെയ്യാൻ പോകുന്നില്ല.
എനിവേ ഇത് നമുക്ക് അടിച്ചു പൊളിക്കാം. എന്താ ബസ് നിറച്ച ആൾക്കാരാണോ? ബസ് നിറച്ച ആൾക്കാർ. Yes, sir. How are you? Thank you so much. You're gonna go this way, just watch your step going on. Yes. Oh, wow. ഓ നമുക്കിവിടെ മീൽസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓ അടിപൊളി അടിപൊളി. ഓ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല മീൽസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഷോപ്പുണ്ട്. നമുക്ക് ചായയും സ്നാക്സൊക്കെ മേടിക്കാൻ പറ്റുന്ന ഷോപ്പ്. നമുക്ക് എന്തായാലും ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഇൻസൈഡ്. എവിടെ ഇരുന്നാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഹലോ സാർ, ഒരു ചായ കുടിക്കാം അല്ലേ? എന്തായാലും ഒരു ചായ കുടിക്കാം. ഓക്കെ, ഇത് നമ്മുടെ ബോട്ടിൻ്റെ ടോയ്ലറ്റാണ്. ഇൻ കേസ് നമുക്ക് വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ. ടോപ്പ് ഡെക്കിൽ സീറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടോട്ടിരിക്കാം. കുറേ സീറ്റ്സ് ഉണ്ട്. അതാണ് നമ്മുടെ പൈലറ്റ് ക്യാപ്റ്റൻ. These are very comfortable whale watching boats. Lots of space. Yeah. One of the biggest whale watching boats in Juneau. Wow. So it's the oldest whale watching Hello, company. everybody. Welcome Okay. aboard. Since This is being 1960, St. they've been Herman, doing and this. welcome to Juneau. My name is 5 Bella, and I'll be your ports we naturalist operate today. Before we get underway, we do have to go You do it over every the day, sir? usual Coast Guard I'm mandated working safety about rules. 6 I'll to make 7 it days a week, famous. 15-hour So days. first things So first, yes. our life Wow. It's a lot of fun though. vessel. Wow, yeah, thank you so much. Second to the very Okay, unlikely നമ്മൾ situation boat we start have to ചെയ്യുന്നുണ്ട്. we want to make sure we are dressed for the occasion. So I have two very lovely models here to help me today. Downstairs I have Reese, and upstairs I have John. He's got best to locate it under each and every one of your seats. In case of an emergency, you would pull that out, unclip the strap, let it fall to the ground. Okay, safety instructions. Slide it over your head, wrap that strap around your back, clip it where you found it, tighten to comfort, and strike a pose. Woohoo! Does anybody know what we would yell if someone fell off the boat? Bye! See ya! No, I'm just kidding. This man overboard, I think one of you got it, but there aren't very many of you, so you'll have to yell very loud, okay? Alright. യുഎസിലെ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ആയ ജൂനോയിലാണ് നമ്മളിപ്പം. അവിടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാനുണ്ട്. അതുപോലെ തന്നെ വെയിൽസ് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെയാണ് ഉള്ളത്. നമ്മൾ പോവാണ്, നോക്കാം പിടിക്കാൻ പറ്റുമോ കാണാൻ പറ്റുമോ. ഓക്കെ, Southeast Alaska. We have a Southeast 2-hour and 30-minute cruise planned out for you guys today. ഇതൊരു സ്മോൾ ഐലൻഡ് ആണ്. അതുകൊണ്ട് രസമാണ്. അടിപൊളിയായിട്ടില്ലേ? അടിപൊളി ഐലൻഡാണ്. ഓക്കെ,
ഫോക്കസ് ചെയ്യാം. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓ വാവ്, രണ്ടെണ്ണത്തിനെ കണ്ടു. പൊങ്ങി വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു. ഓ കണ്ടോ, നമ്മൾ ഫോക്കസ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വാട്ടറിൽ ചെറിയൊരു അനക്കം സംഭവിച്ചാൽ അത് മനസ്സിലാക്കിയിട്ടാണ് അത് വെയിൽസാണ്. എപ്പോൾ വേണമെങ്കിലും പൊങ്ങി വരാമെന്നുള്ളത്. അപ്പം ഞാൻ കണ്ട ഓക്കെ. അവരിങ്ങനെ കാണാൻ പറ്റുകയെന്ന് പറയുന്നൊരു ഭാഗ്യം തന്നെയാണ്. ഓക്കെ, അവനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതേപോലെ തന്നെ ചൂടുണ്ട് ഇവിടെ, പക്ഷെ കുഴപ്പമില്ല, അങ്ങനെ പറയുന്നില്ല. നമ്മളിങ്ങനെ ചൂട് വെയിലും വരാറില്ല. ഓ, അത് മിസ്സായി മക്കളെ, അത് ചാടിയായിരുന്നു. നമുക്കത് മിസ്സായി പോയി. നമുക്ക് അവിടെ ഇങ്ങോട്ട് തന്നെ ഫോക്കസ് ചെയ്യാം. അവൻ ചാടിയായിരുന്നു, നല്ലപോലെ ചാടിയായിരുന്നു. Keep your eyes at our 11 o'clock. It's possible that it'll do it again. I certainly have my fingers and all of my toes crossed. കണ്ട. ഓ, അടിപൊളി. എന്തായാലും നമ്മൾ ഫോക്കസ് ചെയ്യാം. ഇനി ഒന്നുകൂടെ ചാടുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവരും നോക്കിയിരിക്കാം. എവിടെയെങ്കിലും അവന്മാരെ കാണാതിരിക്കത്തില്ല. ഓ, എന്താണെന്ന് അറിയില്ല. നമ്മൾ എങ്ങോട്ടാ പോകുന്നതിലും തിരിച്ചു പോവാണോ എന്നൊന്നും അറിയില്ല. രണ്ടെണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് മുമ്പോട്ട് പോയാൽ കാണാൻ ചാൻസ് ഉണ്ട്. അവിടെ ഞാൻ ചെറിയ ഒരെണ്ണത്തിനെ കണ്ടു. ഓക്കെ. ആ ഏരിയയിൽ കൂട്ടത്തോടുണ്ടെന്നാണ് തോന്നുന്നു. ഏരിയയിൽ എന്തായാലും നമുക്ക് ഫോക്കസ് ചെയ്തു. മാക്സിമം ഫോക്കസ് ചെയ്തു. കണ്ടോ. ഓക്കെ, അവിടെ ഓ, വാവ് മാൻ. ഓ, അടിപൊളി. So within a certain distance, we can't approach the humpback whales head on, so we are going to be showing the side. Ooh, a tail nub. It's throwing its tail around, slapping it on the surface of the water. അടിപൊളി. കുറേ സാധനം കേട്ടോ. ഓ, കണ്ട മക്കളെ. ഓ, അത് കെട്ടിയ മോനെ. ഒത്തിരി കൂടുതലല്ല. So sometimes those birds are a dead giveaway where the whales are. Sometimes they're bird brains, but for the most part they get it right. അടിപൊളിയായിരുന്നു മക്കളെ. ഒരു കൂട്ടം കൂടി തന്നെ പൊങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ആ ഒരു മൂമെൻ്റ് ഉണ്ടായിരുന്നു. അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ എന്തായാലും ഒരു കൂട്ടം തന്നെ ഉണ്ട്. ആ ഒരു മൂമെൻ്റ് കാണാം.
behavior is called bubble net feeding. I'll be talking a lot more about it on our way back into the dock, but in the meantime, just kind of enjoy. They usually do this in sets, so they're likely to do it again. And essentially what you're seeing is their mouths coming fully out of the water to eat those fish. പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കൂട്ടത്തോടെ അവർ ഫീഡ് ചെയ്യുന്നതാണ്. ഫിഷിനെ കഴിക്കാനായിട്ട് കൂട്ടത്തോടെ വരുന്നതാണ് അവർ. ആ സമയത്താണ് അവരുടെ ഹെഡും മൗത്തും അവർ പുറത്തിട്ടിടുന്നത്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു വട്ടം കൂടെ ആ ഒരു ഫിനോമിനൻ നമുക്ക് കാണാൻ സാധിക്കട്ടെ. If you catch a whiff of hot garbage and fish, that is whale breath. Once you get it in your nose, it's very hard to get it out. ശ്വാസം എടുക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്നാ ഭംഗിയുള്ളല്ലേ. അടിപൊളി പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ നിങ്ങളെ മൈൻഡ് നമ്മൾ ശ്രദ്ധിച്ചാൽ മക്കളെ പ്ലേസറൊക്കെ ഒഴുകി നിൽക്കുന്നുണ്ട്. ഈ ഗ്ലേഷ്യറിൻ്റെ പേര് ഈഗിൾ ഗ്ലേഷ്യറാണ്. ഈഗിൾ ഗ്ലേഷ്യർ. They all grind up rock, gravel, and dirt
which is called silt. And as they melt, that silt gets deposited into the ocean. And there they are. Looks like those birds are swooping down. Yep. നല്ല ഫാമിലി ആയിട്ടാണ് വെയിൽസ് വന്ന് നമ്മളെ എൻ്റർടൈൻ ചെയ്തത്. ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ക്രിയേച്ചേഴ്സാണ് നേച്ചറിലുള്ളത്. വെയിൽസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബിഗസ്റ്റ് മാമൽസ് ഇൻ ദ ഓഷ്യൻ എന്നല്ല പറയുന്നത്. നമുക്കതിനെ കൺകുളർക്ക് കാണാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ബോട്ട് തിരിക്കുകയാണ്. നമുക്കിനിയും അങ്ങോട്ട് തിരിച്ച് പോകുമെന്നറിയില്ല, വേറെ റൂട്ടാണെന്നറിയില്ല. എന്തെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ കിട്ടിയാൽ എന്തായാലും ക്യാപ്ചർ ചെയ്യാം. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വെയിൽ വാച്ചിങ് ടൂർ. വീഡിയോ നല്ല ഫോക്കസ് ചെയ്ത് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് എടുക്കാൻ വേണ്ടി. അപ്പം നിങ്ങളത് കണ്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആകുമ്പോഴായിരിക്കും ഇവന്മാർ പൊങ്ങി വരുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവന്മാർ ആ ഭാഗത്തുണ്ട്, അവിടെ ഇപ്പോഴും ആ ഏരിയയിലുണ്ട് അവന്മാർ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ടൂർ കഴിഞ്ഞ് നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പം ബസ്സിൽ പോവാണ്. ബസ്സിൽ പോയിട്ട് തിരിച്ച് ബാക്ക് ടു ഷിപ്പ്. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നും കാണാതെ താങ്ക് യു സാർ. ഒന്നും കാണാതെ വരാൻ നമുക്ക് വിഷമമല്ല. അപ്പം ഓൾമോസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയുന്നത് വെയിൽസിനെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സ്റ്റോറിയും ഉണ്ട്, അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവരുടെ ഫീഡിങ് ടെക്നിക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കമൻറ്ററി പറഞ്ഞ ആൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. അത് ആക്ച്വലി ഒരു കൂട്ടത്തോടെ വരുമ്പം ഒരു 13 പേരുടെ ഒരു കൂട്ടമാണെങ്കിൽ അതിൽ മെയിനായിട്ടൊരു ലീഡുണ്ടാവും. ആ ഒരു വെയിലുണ്ടാവും. ആ വെയിലാണ് ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നത്. അപ്പം ആ വെയിലൊരു പർട്ടിക്കുലർ സൗണ്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ് അവരുടെ ഫീഡിങ് ആ ഒരു ഏരിയയിൽ അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുമെന്ന് ബാക്കി 12 വെയിൽസിനും മനസ്സിലാവുന്നത് അല്ലേ. എന്തൊക്കെ ക്രിയേഷനാണ്. അപ്പം അങ്ങനെയാണ് അവൾ പറഞ്ഞത്. അപ്പം നമ്മുടെ വേൾഡിലാണോ അലാസ്കയിലാണോ എന്ന് എനിക്കറിയത്തില്ല, 20,000 വെയിൽസേ ഉള്ളൂ. ആ 20,000 വെയിൽസിൽ 5 പേർക്ക് മാത്രമേ ലീഡിങ് കേപ്പബിലിറ്റി ഉള്ളൂ. അപ്പോൾ ആ 5 പേരാണ് ഇത്രയും പേരെ ലീഡ് ചെയ്യുന്നത് പല ഏരിയ ആയിട്ട്. അപ്പം അതാണ് അവൾ പറഞ്ഞ ആ ഒരു ഹിസ്റ്ററി. അപ്പം ഇതൊക്കെ കേൾക്കാനും കാണാനും ഭാഗ്യം ലഭിച്ചതിന് ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. നിങ്ങൾക്കും മാക്സിമം ഞാനത് ക്യാപ്ചർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു. അപ്പം എൻ്റെ ചാനലും ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്, ഒരുപാട് പേര് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും എൻ്റെ മോട്ടിവേഷൻ. അപ്പം കൈൻഡ്ലി സബ്സ്ക്രൈബ് മൈ ചാനൽ, ബെല്ലൈക്കണോട് പ്രസ് ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണണം വരെ ഐ ലവ് യു ഓൾ. സൈനിങ് ഓഫ് മത്തായിച്ചൻ വ്ളോഗ്സ്. ടേക്ക് കെയർ.